വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈദ് മുബാറക്ക്. അപ്പോൾ അതേ നമ്മളുടെ പെരുന്നാളുടെ വിശേഷങ്ങളാണ് കേട്ടോ ഈ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ അതേ പെരുന്നാൾ രാവിലെ ഞങ്ങളിതേ മൈലാഞ്ചിയൊക്കെ ഇട്ടു, എൻ്റെ കസിൻ ഇട്ട് കൊടുത്തു, അത് കഴിഞ്ഞിട്ട് ഞാനിട്ടു. അപ്പോൾ മെഹന്തി ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് പിറ്റേ ദിവസം അത് എങ്ങനെ ഇരിക്കുന്നു എന്ന് കാണാനായിട്ടായിരിക്കും അല്ലേ ആകാംക്ഷ. എന്തായാലും മെഹന്തി ഇടുമ്പോൾ ഒരു ഓവർനൈറ്റ് വെക്കാൻ ശ്രമിക്കുക കേട്ടോ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് കളയുമ്പോഴേക്കും വെള്ളം ഒഴിച്ച് കളയാതെ കുറച്ച് ഓയിൽ തേച്ചിട്ട് കളഞ്ഞാൽ കുറച്ചുകൂടെ നല്ല ഡാർക്കാവേ. അപ്പോൾ അതെല്ലാം കഴിഞ്ഞപ്പോഴേക്കും വാപ്പിയും ഹൈസിനും കൂടിയിട്ട് നേരെ പെരുന്നാൾ നമസ്കാരത്തിന് പോകണം കേട്ടോ. അതെല്ലാം അവർ വിട്ട് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ ജോലിയിലേക്ക് കടന്നു. അന്ന് നമ്മുടെ നാസ്തയൊക്കെ കഴിഞ്ഞു കേട്ടോ, അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ബീഫ് ബിരിയാണിക്കുള്ള ബീഫ് എല്ലാം അതിൻ്റെ എല്ലാ പരിപാടിയും ഞാൻ ചെയ്തു വെച്ചു. ലാസ്റ്റ് ബീഫ് ബിരിയാണി റെഡി ആയിട്ടോ. സത്യം പറഞ്ഞാൽ കഴിച്ചതിന് ശേഷമാണ് അയ്യോ ബിരിയാണിയുടെ വീഡിയോ എടുത്തില്ലല്ലോ എന്ന് ഓർമ്മ വന്നത്. അപ്പോൾ ലാസ്റ്റ് നമ്മുടെ ലുക്ക് ഇങ്ങനെയായിരുന്നേ, അടിപൊളി ബിരിയാണി ആയിരുന്നു കേട്ടോ. അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ നേരെ എൻ്റെ വീട്ടിലോട്ട് പോകണേ. അതിൻ്റെ എല്ലാ എക്സൈറ്റ്മെൻറ്റും എനിക്കുണ്ട് കേട്ടോ. അങ്ങനെ ഒരു ഏകദേശം ഒരു 1 ഇയറോളം ആയി ഞാൻ വീട്ടിൽ പോയിട്ട്. അങ്ങനെ ഞങ്ങൾ ബസ് കയറി റെയിൽവേ സ്റ്റേഷനിൽ വന്നിറങ്ങി കേട്ടോ. ഹൈസിനായതിന് ശേഷം ഞങ്ങൾ വണ്ടി എടുത്തതിന് ശേഷം ഞങ്ങൾ എപ്പോഴും എറണാകുളത്തോട്ട് വരുന്നത് ബൈക്കിനായിരുന്നു കേട്ടോ. പക്ഷേ ഇപ്പോൾ ഹൈസിൻ്റെ വികൃതി കാരണം കൊണ്ടിട്ട് ബൈക്കിന് വരാനേ പറ്റാറില്ല. ഞങ്ങൾക്ക് ഇഷ്ടമാണ് ബൈക്കിന് വരാൻ, പക്ഷേ കുറച്ചുകൂടെ സേഫ് ഇപ്പോൾ ട്രെയിനാണെന്ന് തോന്നുന്നു കേട്ടോ. അങ്ങനെ റെയിൽവേ സ്റ്റേഷനിൽ വെയിറ്റ് ചെയ്ത് ട്രെയിൻ വന്നു. അപ്പോൾ പയ്യെ ട്രെയിൻ അവിടെ നിന്ന് മൂവായി തുടങ്ങി കേട്ടോ. അപ്പോൾ ഞാൻ ഇക്കാക്കടുത്ത് അങ്ങോട്ട് റിക്വസ്റ്റ് ചെയ്തിട്ട് ഇക്കാക്ക എനിക്കൊരു വീഡിയോ എടുത്താന്ന് പറഞ്ഞിട്ട് എടുപ്പിച്ചൊരു വീഡിയോ ആണ്. ഒന്നും അറിയാത്തൊരു കുട്ടീനെ പോലെ അല്ല ഞാൻ ഇരിക്കുന്നത്, പക്ഷേ സത്യാവസ്ഥ ഇതാണ്. അങ്ങനെ ഞാൻ കാഴ്ചയൊക്കെ നല്ലപോലെ എൻജോയ് ചെയ്ത് നമ്മുടെ വീട്ടിലോട്ട് പോകുമ്പോൾ നമുക്കൊരു പ്രത്യേക സന്തോഷമായിരിക്കും അല്ലേ. അങ്ങനെ ഇക്കാക്കയും മോനും എവിടെ ചെന്നാലും ഇങ്ങനത്തെ ഗുസ്തി പിടുത്തമുണ്ട് അവർ. അതെല്ലാം കഴിഞ്ഞ് ട്രെയിനിൽ കിടന്ന് നല്ല ഉറക്കമാണ് അച്ചു. നല്ല ഉറക്കമാണ് ആൾ. ഇന്നലെ ഉറങ്ങിയപ്പോഴേക്കും 3 മണിയൊക്കെ കഴിഞ്ഞു കേട്ടോ. അപ്പം നമ്മൾ സൗത്തിലാണ് കേട്ടോ ട്രെയിൻ നിർത്തിയത്. അങ്ങനെ അവിടെ നിന്ന് നമ്മൾ ഓട്ടോ പിടിച്ച് നമ്മൾ നേരെ വീട്ടിലോട്ട് പോകണം കേട്ടോ. ഭയങ്കര സന്തോഷമാണല്ലേ അത്. മാരേജ് കഴിഞ്ഞ് നമ്മൾ അവിടെ നിൽക്കുമ്പോഴാണ് നമ്മുടെ വീട്ടുകാരെ ഭയങ്കരമായിട്ട് അങ്ങ് മിസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ വന്നിറങ്ങുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ വെയിറ്റ് ചെയ്ത ഒരാൾ നിൽപ്പണ്ടേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ.